ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ 18ാം സീസണിൽ തകർപ്പൻ പ്രകടനമാണ് രാജസ്ഥാൻ റോയൽസിന്റെ വൈഭവ് സൂര്യവംശി നടത്തുന്നത്. പ്രായം വെറും 14 മാത്രമാണ്. പക്ഷെ താരത്തിന്റെ തകർപ്പൻ പ്രകടനത്തോടെ എല്ലാവരുടെയും ഹൃദയത്തിൽ ഇടം നേടാൻ വൈഭവിന് കഴിഞ്ഞിട്ടുമുണ്ട്. അരങ്ങേറ്റ മത്സരത്തിലെ ആദ്യ പന്ത് തന്നെ സിക്സർ പറത്തി എല്ലാവർക്കും മുന്നറിയിപ്പ് നൽകിയ താരം ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ 35 പന്തിൽ സെഞ്ചുറി നേടി ലോക ക്രിക്കറ്റിനെ തന്നെ യഥാർത്ഥത്തിൽ അത്ഭുതപ്പെടുത്തുകയാണ്. മുഹമ്മദ് സിറാജ്, ഇശാന്ത് ശർമ്മ, റാഷിദ് ഖാൻ എന്നിവരെയെല്ലാം മറികടന്നാണ് വൈഭവ് തന്റെ ഈ മികച്ച നേട്ടം കൈവരിച്ചത്. വൈഭവിന്റെ പ്രകടനം നോക്കുകയാണെങ്കിൽ സച്ചിൻ ടെണ്ടുൽക്കറുടെ 16 വയസ്സിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അരങ്ങേറ്റം എന്ന റെക്കോർഡ് തകർക്കപ്പെടുമെന്നത് പലരും വിലയിരുത്തുന്നുമുണ്ട്. ഏഷ്യ കപ്പും അടുത്ത വർഷം T20 ലോകകപ്പും വരാനിരിക്കുന്നതിനാൽ വൈഭവിന് രാജസ്ഥാനൊപ്പം തുടർച്ചയായി മിന്നിക്കാനായാൽ ഇന്ത്യൻ ടീമിലേക്ക് വിളിയെത്താനുള്ള സാധ്യതയും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. പക്ഷെ തുടർച്ചയായി 5 സെഞ്ചുറികൾ നേടി ലോക റെക്കോർഡ് ഇട്ടാലും അടുത്ത T20 ലോകകപ്പിൽ ഇന്ത്യക്കായി കളിക്കാൻ വൈഭവിന് കഴിഞ്ഞേക്കില്ല. വൈഭവിന്റെ പ്രതിഭ മാത്രമല്ല ഇവിടെ പരിഗണിക്കുന്ന പ്രധാന ഘടകങ്ങളും. വൈഭവിനെ T20 ലോകകപ്പ് കളിപ്പിക്കാൻ നിലവിലെ നിയമം അനുവദിക്കില്ല എന്നതാണ് നിലനിൽക്കുന്ന ഒരു യാഥാർത്ഥ്യം. വൈഭവിന് തടസ്സമായിരിക്കുന്നത് ICC നിയമമാണ്. വൈഭവ് സൂര്യവംശിക്ക് അടുത്ത T20 ലോകകപ്പ് കളിക്കാൻ സാധിക്കാത്തതിന്റെ പ്രധാന കാരണം താരത്തിന്റെ പ്രായം തന്നെയാണ്. നിലവിൽ 14 വയസ്സാണ് വൈഭവിന്റെ പ്രായം എന്നത്. 2026ഓടെ T20 ലോകകപ്പ് നടക്കുക ഫെബ്രുവരിയിലും മാർച്ചിലുമായിട്ടായിരിക്കും. ഇന്ത്യയിലും ശ്രീലങ്കയിലുമായിട്ടാണ് ടൂർണമെന്റ് പ്രധാനമായിട്ടും നടക്കുന്നതും. ഈ ടൂർണമെന്റ് നടക്കുന്ന സമയത്ത് വൈഭവിന്റെ പ്രായം 15 തികയില്ല. ICC നിയമം 2020 ഭേദഗതി ചെയ്തു. ഇതനുസരിച്ച് താരത്തിന് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കളിക്കാൻ 15 വയസ്സ് പൂർത്തിയാവേണ്ടതുമുണ്ട്. വൈഭവിന് 15 വയസ്സിലെത്താൻ മാർച്ച് 27 വരെ കാത്തിരിക്കണം. അതിനാൽ IPL എത്ര മികവ് കാട്ടിയാലും താരത്തിന് T20 ലോകകപ്പ് കളിക്കാൻ കഴിയില്ല. 15 വയസ്സെങ്കിലും എത്താതെ ആവശ്യത്തിന് അനുഭവ സമ്പത്തും മാനസിക പക്വതയും എത്തില്ലെന്നാണ് ICC കൂടുതലും വിലയിരുത്തുന്ന ഒരു കാര്യം. അതിനാൽ നിലവിലെ പ്രായം പരിഗണിച്ചുകൊണ്ട് വൈഭവിന് അടുത്ത T20 ലോകകപ്പ് കളിക്കാൻ കഴിഞ്ഞേക്കില്ല. രാജസ്ഥാൻ റോയൽസിനൊപ്പം ഗുജറാത്തിനെതിരെ റെക്കോർഡ് സെഞ്ചുറി താരം നേടിയിരുന്നു. എന്നാൽ വൈഭവിന് ഇന്ത്യൻ ടീമിലേക്ക് വിളിയെത്തുക അത്ര എളുപ്പമായിരിക്കില്ല. ഇടംകയ്യൻ ഓപ്പണർ കൂടിയാണ് വൈഭവ്. നിലവിൽ ഇന്ത്യക്ക് പയറ്റ് തെളിഞ്ഞ നിരവധി ഇടംകയ്യൻ ഓപ്പൺമാരും നിലനിൽക്കുന്നുണ്ട്. ജയ്സ്വാളും അഭിഷേക് ശർമ്മയും ഇന്ത്യയുടെ T20 ടീമിന്റെ ഇടംകയ്യൻ ഓപ്പണർമാർ കൂടിയാണ്. സായ് സുദർശനും ടീമിലേക്ക് വിളി കാത്തു നിൽക്കുകയാണ് നിലവിൽ. ഈ സാഹചര്യത്തിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ വൈഭവിനെ ടീമിലേക്ക് വിളിക്കുക വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. വൈഭവിന്റെ ഇപ്പോഴത്തെ പ്രകടനം കൊണ്ട് മാത്രം ദേശീയ ടീമിലേക്ക് വിളിക്കില്ല. വൈഭവ് എല്ലാ പന്തുകളെയും ആക്രമിക്കാൻ ശ്രമിക്കുന്ന ഒരു താരം കൂടിയാണ്. ഭാഗ്യമുള്ളതുകൊണ്ടാണ് യുവതാരം വലിയ സ്കോറിലേക്ക് വരുന്നതും. സാങ്കേതികമായി ഇനിയും ഏറെ മുന്നോട്ട് പോകാതെ ഇന്ത്യക്കായി കളിക്കാൻ വൈഭവിന് കഴിയില്ല എന്ന് തന്നെ പറയാം. ഈ പ്രായത്തിൽ IPL കളിക്കുക എന്നത് തന്നെ യഥാർത്ഥത്തിൽ വലിയൊരു നേട്ടമാണ്. ഈ പ്രായത്തിൽ അമിത സമ്മർദ്ദം ഏറ്റുവാങ്ങിയാൽ താരത്തിന്റെ കരിയർ തകരാൻ കൂടുതൽ സാധ്യതയുമുണ്ട്.